നമുക്കൊരുപാട് പഠിക്കാനുണ്ട്. ഞാൻ നിർത്തുകയാണ്. നമ്മുടെയൊക്കെ നാടുകളിൽ നേരത്തെ ഇവിടെ കേട്ടതുപോലെ അതും ഇതുമൊക്കെ വർദ്ധിക്കും. അത് വെറുതെ അല്ല, അടിത്തറ തന്നെ മോശം. വെള്ളത്തിലാ തറ കെട്ടുന്ന പലരും. വിവാഹല്ലേ തറകെട്ടൽ? വിവാഹത്തുനിന്നല്ലേ തുടക്കം? അത് വെള്ളത്തിലാ. വെള്ളത്തിൽ നിങ്ങൾ ഏത് ഫില്ലർ വെച്ച് കെട്ടിയിട്ടെന്താ? അത് നിലനിൽക്കൂല, അതും കൊയ്യിപ്പോകും ആ തറ. ഇതുണ്ട്. ആ വിവാഹത്തിന്റെ മജ്‌ലിസുകളും വിവാഹത്തിന്റെ പരിപാടികളും ഒക്കെ ശരിയായ വിധത്തിൽ തന്നെ കൊണ്ട് നടന്നിട്ട്, ഞാൻ പറയുന്നു, ഒരു കല്യാണം കഴിഞ്ഞാൽ ആ കല്യാണം നല്ല കല്യാണമാണ് എന്ന് പറയണമെങ്കിൽ അവിടുന്ന് ഭക്ഷണം കഴിച്ചിറങ്ങിയ ഒരാളോട് എങ്ങനെയുണ്ട്, നല്ലൊരാളാ, നല്ലയാളെ കണ്ടാ തിരിയല്ലോ, ഓരോട് എങ്ങനെയുണ്ട് കല്യാണം, അൽഹംദുലില്ലാ നല്ല കല്യാണ, ഒരു മാണ്ടാത്തൊന്നും ഇല്ല, നല്ല ഭക്ഷണം നേരത്തെ തന്നെ കിട്ടിക്ക്, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അക്കല്യാണം നല്ലതാണ്. ഇനി അതല്ല, ഒന്നും പറയണ്ട, അടുത്ത് എല്ലാം ഒന്നും പറയണ്ട, ഞാൻ എങ്ങനെയല്ലോ കിട്ടിയെടുത്തിരുന്ന് ഭക്ഷണം കഴിഞ്ഞിക്കും പോന്നതാ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നാശമാണ്. ആണും പെണ്ണും ഇടകലർന്ന് ഒന്നിച്ച് തുള്ളി നടന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പലതിന്റെ പേരിലും നമ്മുടെ നാടുകളിൽ നടക്കുകയാണ്. ഇതൊക്കെ അധികരിച്ച് വരുമ്പോ നമ്മൾ പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല. ഇവിടെ കൂടിയ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ ഭക്ഷണ രീതി മഹത്തുക്കളിട്ടപ്പെടുന്ന ഭക്ഷണ രീതിയാകണം. നമ്മുടെ ശൈഖുന ശംസുൽ ഉലമ കീഴനാഹൂർ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് കറിവേപ്പില വരെ, കരിവമ്പിന്റെ ഇലയില്ലേ, ആ ഇല വരെ തന്റെ വായിലേക്കിട്ട് ചവച്ചരച്ച് തിന്നുമായിരുന്നുവത്രേ. ഇതും ഭക്ഷണത്തിന്റെ ഭാഗമാണ്, നഷ്ടപ്പെടുത്തരുത്. താൻ കുടിക്കുന്ന ബാർലിയോടൊന്നിച്ചുകൊണ്ട് ബിസ്ക്കറ്റ് കഴിക്കുന്ന നേരത്ത് ആ ബിസ്ക്കറ്റ് പൊട്ടിക്കുമ്പോൾ അത് ആ ഗ്ലാസിലേക്ക് കാണിച്ചുകൊണ്ട് പൊട്ടിക്കുമായിരുന്നുവത്രേ. എന്തിന്? ചെറിയ ചെറിയ തരികള് ഭക്ഷണത്തിന്റെ ഭാഗമാണ്. അത് നഷ്ടപ്പെട്ടു പോയാൽ രാജാതിരാജനായ റബ്ബ് എന്നോട് ചോദ്യം ചെയ്യുമല്ലോ എന്ന പേടി കൊണ്ട് ഇങ്ങനെ ജീവിച്ചൊരു മഹാനയാ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിന്ന് സമ്പത്തുണ്ട്, നമുക്കിന്ന് പ്രൗഢിയുണ്ട്, നമുക്കിന്ന് പ്രശസ്തിയുണ്ട്, നമുക്കിന്ന് കച്ചവടങ്ങളുണ്ട്, നമുക്കൊരുപാട് വലിയ വലിയ പണക്കാരുണ്ട്, വീടുകളുണ്ട്. പക്ഷെ അവിടങ്ങളിലൊന്നും പരിശുദ്ധ ദീനിന്റെ സുന്ദരമായ സംസ്കാരങ്ങളെ ശരിക്കൊന്ന് അടിവരയിട്ടുകൊണ്ട് നിലനിർത്താൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാലിഹീങ്ങളുടെ മനസ്സ് പ്രക്ഷുബ്ധമാണ്, ആലിമീങ്ങളുടെ മനസ്സ് നീറുകയാണ്, നല്ലവരുടെ മനസ്സ് വേദനിക്കുകയാണ്. ഞാൻ ഒന്നുകൂടി പറയട്ടെ, ശൈഖുന ശംസുൽ ഉലമ കീഴനാഹൂർക്കും താജുൽ ഉലമ സദഖത്തുല്ലാഹ് ഓർക്കും അവർ